ഹലോ ഗൈസ്, അങ്ങനെ ബ്രസീൽ സ്കോട്ട്ലാൻഡ് മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഫുട്ബോൾ ലോകം ഏറെ കാത്തിരുന്ന ഗ്രൂപ്പ് സി പോരാട്ടത്തിൽ ബ്രസീൽ വീണ്ടും തങ്ങളുടെ ശക്തി തെളിയിച്ചു. സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തുകൊണ്ട് സെലസാവോ ആരാധകർക്ക് വലിയ സന്തോഷം സമ്മാനിച്ചു. ആദ്യ മിനിറ്റ് മുതൽ തന്നെ ബ്രസീലിൻ്റെ പന്തടക്കവും ആക്രമണവുമാണ് മൈതാനത്ത് കണ്ടത്. സ്കോട്ട്ലാൻഡ് പ്രതിരോധം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രസീലിൻ്റെ വേഗതയും ടെക്നിക്കും അവരെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കി. മധ്യനിരയിൽ ബ്രൂണോ ഗമീറസ്, ലൂക്കാസ് പെക്കറ്റ, ആൻഡ്രേ എന്നിവർ കളി നിയന്ത്രിച്ചപ്പോൾ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെയും നെയ്മറിൻ്റെയും പന്തടക്കവും വേഗവും സ്കോട്ട്ലാൻഡിന് തലവേദന സൃഷ്ടിച്ചു. മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ബ്രസീലാണ് പന്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, മാത്യൂസ് കുഞ്ഞ, ബ്രൂണോ ഗമീറസ്, ലൂക്കാസ് പാക്കറ്റ എന്നിവരുടെ വേഗമേറിയ പാസിങ്ങും മുന്നേറ്റവും സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. മറുവശത്ത് ആൻഡി റോബർട്ട്സൺ, സ്കോട്ട് മക്ടോമി, ബില്ലി ഗിമർ എന്നിവർ സ്കോട്ട്ലാൻഡിനായി ശക്തമായി പൊരുതിയെങ്കിലും ബ്രസീലിൻ്റെ ആക്രമണ തരംഗം തടയാൻ സാധിച്ചില്ല. ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ ലീഡ് പിടിച്ചു. വിനീഷ്യസ് ജൂനിയർ തൻ്റെ അതിവേഗ ഓട്ടവും മികച്ച ഫിനിഷിങ്ങും കൊണ്ട് സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ തകർത്തു. റഫീഞ്ഞയുടെ ക്രിയേറ്റിവിറ്റിയും പക്കറ്റയുടെ കൃത്യമായ പാസിങ്ങും ബ്രസീലിൻ്റെ ഓരോ ആക്രമണത്തെയും അപകടകരമാക്കി. രണ്ടാം പകുതിയിൽ സ്കോട്ട്ലാൻഡ് തിരിച്ചു വരാൻ ശ്രമിച്ചു. മക്ടോമിയും ഗിൽമറും മധ്യനിരയിൽ കൂടുതൽ ആക്രമണകരമായി കളിച്ചെങ്കിലും അലിസൺ ബെക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രസീൽ പ്രതിരോധം ഉറച്ചുനിന്നു. മാർക്കീഞ്ഞോസ്, ഗബ്രിയൽ മഗലസ്, ഡാനിലോ എന്നിവർ പ്രതിരോധത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബ്രസീലിൻ്റെ രണ്ടാം ഗോൾ വീണ്ടും വിനീഷ്യസിൻ്റെ പേരിലായി. ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ വിങ്ങർമാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് വീണ്ടും തെളിയിച്ചു. സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് നേടിയ ആ ഗോൾ ബ്രസീലിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. അതിനുശേഷം മാത്യൂസ് കുഞ്ഞയും സ്കോർ ഷീറ്റിൽ ഇടം നേടി. ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും പൊസിഷനിങ്ങും ശ്രദ്ധേയമായിരുന്നു. ബ്രസീൽ ഓരോ മിനിറ്റും മത്സരത്തിൻ്റെ നിയന്ത്രണം കൈവശം വച്ചപ്പോൾ സ്കോട്ട്ലാൻഡ് വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പോലും ബുദ്ധിമുട്ടി. എന്നാൽ ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ നിമിഷം ഗോളുകളല്ലായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ കാത്തിരുന്ന ഒരു പേരുണ്ടായിരുന്നു, നെയ്മർ. രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി നെയ്മർ കളത്തിലിറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ആവേശക്കടലായി. ദീർഘകാല പരിക്കിനും തിരിച്ചുവരവിനായുള്ള കഠിന പരിശീലനങ്ങൾക്കു ശേഷം ലോകകപ്പ് വേദിയിൽ വീണ്ടും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ നെയ്മർ ഇറങ്ങുന്ന കാഴ്ച ആരാധകർക്ക് വികാരനിർഭരമായ നിമിഷമായി. അദ്ദേഹം പന്ത് തൊട്ട ഓരോ സമയത്തും ആരാധകർ ആർപ്പു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ടച്ചുകളും മൂവ്മെൻറ്റും ഇപ്പോഴും ആ ക്ലാസ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിച്ചു. ഗോളോ അസിസ്റ്റോ നേടാനായില്ലെങ്കിലും ഈ തിരിച്ചുവരവ് ബ്രസീലിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കാരണം ലോകകപ്പിൻ്റെ നിർണായക നോക്കൌട്ട് മത്സരങ്ങൾ അടുത്തിരിക്കുകയാണ്. വിനീഷ്യസ്, റഫീഞ്ഞ, പക്കറ്റ, ബ്രൂണോ ഗമീറസ്, മാത്യൂസ് കുഞ്ഞ എന്നിവർ മികച്ച ഫോമിലായിരിക്കെ നെയ്മറുടെ സാന്നിധ്യം ബ്രസീലിനെ കൂടുതൽ അപകടകരമാക്കും. ഈ വിജയത്തോടുകൂടി ബ്രസീൽ ഗ്രൂപ്പിൽ ശക്തമായ നിലയിലേക്ക് മുന്നേറുകയാണ്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മധ്യനിരയിലും മികച്ച ബാലൻസ് കണ്ടെത്തിയ ടീം ഇപ്പോൾ കിരീട സാധ്യതകളിൽ ഏറ്റവും മുന്നിലുള്ള ടീമുകളിൽ ഒന്നാണ്. സ്കോട്ട്ലാൻഡിന് തോൽവി നിരാശയാണെങ്കിലും അവരുടെ പോരാട്ടവീര്യം പ്രശംസിക്കേണ്ടതാണ്. റോബർട്ട്സൺ, മക്ടോമെ, ഗിൽമർ എന്നിവർ അവസാനം വരെ വിട്ടുകൊടുക്കാതെ പൊരുതി. പക്ഷേ ബ്രസീലിൻ്റെ നിലവാരത്തിന് മുന്നിൽ അത് മതിയായില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡിൽ ബ്രസീൽ 3, സ്കോട്ട്ലാൻഡ് 0. ഒരു ആധിപത്യ ജയം, ഒരു ക്ലീൻ ഷീറ്റ്, 2 ഗോളുകളുമായി വിനീഷ്യസ് ജൂനിയർ, 1 ഗോളുമായി മാത്യൂസ് കുഞ്ഞ. അതിലും വലിയ വാർത്ത, നെയ്മർ തിരിച്ചെത്തി. അവസാനമായി പറയുകയാണെങ്കിൽ മെസ്സി തൻ്റെ മാജിക് കാണിച്ചു. റൊണാൾഡോ തൻ്റെ കഥ തുടരുന്നു. എംബാപ്പെ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. ഇനി ലോകം കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്, നെയ്മർ ജൂനിയർ വീണ്ടും തൻ്റെ മാജിക് പുറത്തെടുക്കുന്ന ആ നിമിഷത്തിനായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.